ഇവള് ഞാനായിട്ട് ശരിയാവൂല. ഞാൻ എന്ത് പറയണ അതിനെതിരെ ഇവള് ചെയ്യും. നിങ്ങൾ എത്ര വർഷമായി മാരേജ് ചെയ്തിട്ട്? ഞങ്ങള് 10 വർഷം കഴിഞ്ഞു. എന്താ നിങ്ങളുടെ പേരെന്തെന്നാണ്? എന്റെ പേര് സുശീലൻ. നിന്റെ പേര് പറഞ്ഞു കൊടുക്കടി. സുശീല. സുശീലനും സുശീലയും. അതെ, രണ്ട് ശീലമുള്ളവർ തമ്മിൽ യോജിച്ചു പോകുന്നില്ല. ഇല്ല. എന്താണ് ഇവർ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. ഞാൻ ചായ ചോദിച്ചാൽ അവള് കാപ്പി എനിക്ക് തരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കാപ്പി ചോദിച്ചൂടെ? അപ്പൊ ചായ തരും. അല്ല, അങ്ങനല്ല. ചായയോ കാപ്പിയോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയും. ഓ, ചായയോ കാപ്പിയോ? യോ ഉണ്ട് അതിനകത്ത്. അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ എന്റെ ചോയ്സിന് ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ കൊണ്ടുവരും. അപ്പൊ പറയാം ഇതല്ല ഞാൻ ചോദിച്ചതെന്ന് പറയും. അതൊരു ചെറുതരം മാനസികമായ ഒരു വിഭ്രാന്തി. ചായയും കാപ്പിയും വിട്. ഞാനൊരു പുഴുങ്ങിയ മുട്ട ആഗ്രഹിച്ചു. എടി എനിക്കൊരു പുഴുങ്ങിയ മുട്ട വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ട അവള് ഓംലെറ്റ് അടിച്ച് തരും. ഞാൻ എങ്ങനെ കഴിക്കും? അതെന്താണ് അങ്ങനെ ഒരു സാധനം എങ്ങനെ കഴിക്കും? പോട്ടെ, ഇതെല്ലാം പോട്ടെ. 2 മുട്ട ഒരു ദിവസം, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് കരുതി 2 മുട്ട ഞാൻ ഇവളുടെ അടുത്ത് കൊണ്ടു കൊടുത്തു. ഞാൻ പറഞ്ഞു ഒരെണ്ണം ഓംലെറ്റ് അടിക്കും, ഒരെണ്ണം ബുൾസൈ അടിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവള് കാണിച്ചു വെച്ച പണി എന്താണെന്നറിയാമോ? ഓംലെറ്റ് അടിക്കണ മുട്ട എടുത്ത് ഇവള് ബുൾസൈ അടിച്ചു. ബുൾസൈ അടിക്കണ മുട്ട എടുത്ത് ഇവള് ഓംലെറ്റ് അടിച്ചു. ഞാൻ എങ്ങനെ കഴിക്കും? പറ. എന്താണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി? മുടിഞ്ഞ രോഗമാണ് ഇവർക്ക്. ഭ്രാന്താണ് ഇവർക്ക്. ഭ്രാന്ത് കൊടുക്കണം. എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഡോക്ടറെ. ഞാൻ പറയുന്നത് നിങ്ങൾ പുറത്തു പോയി നിൽക്ക്. ഞാൻ പുറത്തു പോകണോ? രണ്ടുപേരും കൂടി പോയി ഒറ്റയ്ക്ക് വർത്താനം പറയാൻ എനിക്ക് ഭ്രാന്താണോ? പറയൂ, എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ പോറ്റെ? ഡോക്ടറെ, എനിക്കൊരു കുഴപ്പമില്ല. അറിയാം എനിക്ക്. എന്റെ ഭർത്താവിനാണ്. അറിയാം. എന്താണെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയാണ് മെന്റലി എന്തോ പ്രശ്നമുണ്ട്. കണ്ടോ നല്ല ജെന്റിലാണ്. ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ രാവിലെ തൊട്ട് പറയുക, ചേട്ടാ ഒന്ന് ചെടി നനയ്ക്ക്, അല്ലെങ്കിൽ ഒന്ന് കാറ് കഴുകു എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ചെയ്യത്തേ ഇല്ല. നല്ല മഴ പെയ്യുന്ന സമയത്ത് പുള്ളി ഇറങ്ങി ചെടിയും നനയ്ക്കും കാറും കഴുകും. എന്നിട്ട് കുളിമുറി കയറിയിട്ട് എൻ്റെ അടുത്ത് പറയും, സുശീല തോർത്തിങ്ങെടുത്തോണ്ട് പോവാ, ഞാൻ കുളിക്കാൻ കയറുവാന്ന്. ഈ നനഞ്ഞു വന്ന മനുഷ്യൻ ആ മഴയത്ത് നിന്ന് നനഞ്ഞതല്ലേ, പിന്നെ കുളിക്കേണ്ട കാര്യമുണ്ട് ഡോക്ടറെ? എന്താ ഡോക്ടറെ, എന്താ കാര്യം? ഒന്നുമില്ല, ഞാനത് ഇങ്ങനെ അത് പറയൂന്ന് എനിക്കറിയില്ല. ഇനി കടന്നുപോയി. എന്താ? മൂത്തുപോയി. അയ്യോ എന്റെ ചേട്ടൻ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ചെയ്യും? മരുന്നില്ല, മന്ത്രമില്ല. അതിനിപ്പോ നമ്മുടെ വിധി എന്ന് മാത്രമേ പറയാവൂ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോ അത് ഞാൻ പറയണത് ഉള്ളതുപോലെ നമുക്ക് പേരിന് ഒരാളങ്ങനെ കൊണ്ടു നടക്കുക. പിന്നെ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് തരിക. ഞാനും വിളിക്കാം. FB ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, Instagram ഉണ്ട്. എപ്പോ വേണമെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഡോക്ടറിനെ വിളിക്കാം. ഞാനൊരു ഗുളിക തരാം. അപ്പൊ പുള്ളി മയങ്ങി കിടക്കുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ രാത്രി 2 മണി വരെയോ എത്ര വേണമെങ്കിലും ചാറ്റ് ചെയ്യാം. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് പുള്ളി പോയി താൽക്കാലിക ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ചാറ്റ് ആയാൽ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. പെണ്ണുങ്ങളെ കുറിച്ച് നീ എന്തോടാ വിചാരിച്ചത്? എന്റെ സ്വഭാവം മാറ്റരുത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാടാ. ഷോക്ക് വേണ്ടത് ഇവിടെ വന്ന പേഷ്യൻസിനല്ല, നിനക്കാ ഷോക്ക് വരേണ്ടത്.